ഞാനിന്നൊരു സിനിമയെ പറ്റിയാട്ടോ സംസാരിക്കാൻ പോണത്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. സിനിമയുടെ പേര് മസാക്ക എന്നാണ്. പക്ഷേ ഞാൻ കണ്ടത് തമിഴ് വെർഷനാട്ടോ. ഞാൻ തെലുങ്ക് വെർഷൻ വെച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്തത്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ തമിഴായിരുന്നു. പിന്നെ MB കളയാനില്ലാത്തതുകൊണ്ട് നമ്മളത് കയറ്റിയില്ല. പിന്നെ രണ്ടാമത് MB കളഞ്ഞ് കയറ്റാനുള്ള ഹൈപ്പൊന്നും എനിക്ക് ആ മൂവിക്ക് പേഴ്സണലി തോന്നിയില്ല. ഒരു അല്ലു അർജുൻ ഫാനായിട്ട് മാത്രം തെലുങ്ക് സിനിമ കണ്ടുകൊണ്ട ആളാണ് കേട്ടോ ഞാൻ. സന്ദീപ് കിഷനാണ് ഇതിൻ്റെ അകത്ത് ഹീറോ. ഞാൻ സർപ്രൈസ് ആയ ഒരു കാര്യം എന്താ വെച്ചാൽ അത് പുള്ളിയുടെ 30ാമത്തെ പടമാണ് കേട്ടോ. ഞാനാകെ പുള്ളിയുടെ കുറച്ച് പാട്ടുകളാണ് കണ്ടിട്ടുള്ളൂ. ഞാൻ പുള്ളിനെ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങി നമ്മുടെ ധനുഷ് ഡയറക്ട് ചെയ്ത പടമില്ലേ റായൻ, അത് കണ്ടേ പിന്നെയാണ് കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇതിൽ പുള്ളിക്ക് ടാഗ് ലൈൻ കൊടുത്തേക്കണ പീപ്പിൾസ് സ്റ്റാർ എന്നാട്ടോ. അത് 100% കറക്റ്റാണ് കേട്ടോ. ഞാൻ പുള്ളിയുടെ വേറെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. മനുഷ്യന്മാരോട് പെരുമാറുന്ന രീതിയായാലും ഈ സെലിബ്രിറ്റി അതിൻ്റെ ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും പുള്ളി കാണിക്കാറില്ല കേട്ടോ പുറത്ത്. എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യൻ. അത് ഞാൻ പണ്ട് പോലെ കാണാറുണ്ടായിരുന്നു. അങ്ങനെയും കുറച്ച് വീഡിയോസ് പുള്ളി കണ്ടിട്ടുണ്ട്. ഇനിവേസ് പോസ്റ്ററിൽ പുള്ളിയുടെ ഫോട്ടോ കണ്ടോ കേട്ടോ ഞാൻ പടം ഡൗൺലോഡ് ചെയ്ത് തന്നെ. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ സന്ദീപ് കിഷനും പുള്ളിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ റാവു രമേശ് ആട്ടോ. നമ്മുടെ അല്ലു അർജുൻ്റെ DJ സിനിമ ആക്കിയില്ല, അതിലൊക്കെ പുള്ളി വില്ലനായിട്ട് അഭിനയിച്ച ആളാണ്. അല്ലു അർജുൻ്റെ വേറെ പടങ്ങളുണ്ട്, പുള്ളി സത്യമൂർത്തി ഉണ്ട്, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. അല്ലു അർജുൻ്റെ പടം കണ്ടുകൊണ്ട് പുള്ളിനൊക്കെ എനിക്കറിയാം. ഇവർ രണ്ടുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇവർ അച്ഛനും മകനാണ്. ഇപ്പോൾ ഈ അച്ഛൻ മകന് വേണ്ടി ഇങ്ങനെ പെണ്ണന്വേഷിച്ച് നടക്കണ കേട്ടോ തുടക്കം തന്നെ. എൻ്റെ അമ്മ മരിച്ചു പോയതാട്ടോ. ഇപ്പോൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു പെൺകൊച്ചിനെ കയറ്റിവിടാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എല്ലാവരും പറയും. അപ്പോൾ മോൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി അച്ഛൻ രണ്ടാമത് വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കും. പിന്നെ അതിന് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. വലിയ ബോറടിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ എന്നാലും വലിയ എഫക്റ്റ് ആയെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, കണ്ടുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ച ആൾക്കാരാണെങ്കിൽ സന്ദീപ് കിഷൻ, ഞാൻ പറഞ്ഞല്ലോ പുള്ളിയാണ് നടൻ. പിന്നെ ഋതു വർമ്മ, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കണ്ണും കൊള്ള എടുത്തായിരുന്നുള്ള പടത്തിലെ നായികയാണ്. വേറെ പടത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. റാവു രമേശ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇതിലെ വില്ലൻ മുരളി ശർമ്മ, പുള്ളിയും അല്ലു അർജുൻ്റെ പടത്തിലുണ്ട്. അവൻ്റെ അങ്ങുവായി കൊണ്ടെടുത്ത് പുള്ളിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന പുള്ളിയാണ്. പുള്ളിനെ അറിയാം. പിന്നെ അജയ്, പുള്ളി ഇതൊരു പോലീസ് വേഷമായിട്ടോ ചെയ്യണത്. പുള്ളി നമ്മുടെ അല്ലു അർജുൻ്റെ സിനിമ ലാരിയ 2 അതിലൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ത്രിനാഥൻ റാവു നക്കീന എന്ന് പറഞ്ഞ പുള്ളി കേട്ടോ. കറക്റ്റാണെന്ന് അറിയില്ല പേര് അങ്ങനെ കൊടുത്താണ്, പക്ഷേ ഞാൻ വായിച്ച കറക്റ്റാണെന്ന് അറിയില്ല. പുള്ളി ഡയറക്ട് ചെയ്ത വേറെ പടങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, തെലുങ്ക് അല്ലു അർജുൻ കാരണമാണ് നമ്മൾ കാണാൻ തുടങ്ങി തന്നെ. പിന്നെ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ കണ്ടുണ്ട്, പക്ഷേ അതിലെ ഡയറക്ടേഴ്സ് ആരാ അതെങ്ങനെ നമ്മൾ അന്വേഷിച്ച് പാടില്ല. ഈ പുള്ളി ഇതിനു മുമ്പ് ചെയ്ത പടമൊന്നും നമുക്കറിയില്ല. അതും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം ഒരു വട്ടം 1 ടൈം വാച്ചബിളായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്ക്. പടത്തിൻ്റെ പേര് മസാക്ക എന്നാട്ടോ.